കേരളത്തെ നമുക്ക് മോചിപ്പിക്കാൻ സാധിക്കും. ഞാൻ എല്ലാവർക്കും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ അഭിവാദ്യം അർപ്പിക്കുന്നതോടൊപ്പം പ്രിയങ്കരനായ രാഹുൽജി ഈ ചടങ്ങിൽ സംബന്ധിക്കാനെത്തിയതിന് ഞാൻ ഹൃദയംഗമായി ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിക്കുന്നു. പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിങ്ങളെ അഭിസംബോധന ചെയ്യും. ഞാൻ സംസാരിക്കുന്നില്ല. ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു അമേരിക്കൻ കുത്തകയെയും നമ്മുടെ കടലിൽ കാലുകുത്തിക്കാൻ അനുവദിക്കില്ല എന്ന് ഞാൻ ഇവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ്. ആരാധ്യനായ നമ്മുടെ നേതാവ് രാഹുൽ ഗാന്ധിയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, ഈ ഗവൺമെന്റിനെതിരെയുള്ള ശക്തമായ പ്രക്ഷോഭങ്ങളുമായി UDF മുന്നോട്ട് പോകുമെന്ന് തന്നെ പ്രഖ്യാപിക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. എന്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. പ്രിയങ്കരനായ KC വേണുഗോപാൽ MP, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഞാൻ സംസാരിക്കുന്നില്ല. ഇന്ന് പുലർച്ചെ 4:30 മണിക്ക് നമ്മുടെ പ്രിയങ്കരനായ നേതാവ് രാഹുൽ ഗാന്ധി വന്നത് സത്യത്തില് കടലിൽ ജോലി ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികളുടെ കഷ്ടപ്പാടും വേദനയും എന്തെന്ന് നേരിട്ട് മനസ്സിലാക്കാനാണ്. 4:30 മണിക്ക് അദ്ദേഹം മത്സ്യത്തൊഴിലാളികളോടൊപ്പം ഫിഷിംഗ് ബോട്ടിൽ ആഴക്കടലിൽ പോയി. ആ ആഴക്കടലിൽ അദ്ദേഹം കടലിലേക്ക് എടുത്ത് ചാടി, മത്സ്യത്തൊഴിലാളികളോടൊപ്പം കടലിലേക്ക് എടുത്ത് ചാടി അവരോടൊപ്പം വല വലിച്ച് വീശി മീൻ എടുക്കാൻ ശ്രമിച്ചു. പക്ഷേ നൈരാശ്യം, ഒന്നും ലഭിച്ചില്ല. കടലിൽ മീനില്ല. ഈ മീനില്ലാത്ത കടലിനെ വിറ്റ് തുലക്കാൻ കൂടിയാണ് കേരളത്തിലെ ഗവൺമെന്റ് ശ്രമിക്കുന്നത്. അതിനെതിരായിട്ടുള്ള ജനകാഹളം മുഴക്കാനാണ് ഇന്ത്യയുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഇവിടെ എത്തിയിരിക്കുന്നത് എന്ന് പറയാൻ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കും. പ്രിയങ്കരനായ കൊല്ലം MP NK പ്രേമചന്ദ്രൻ നേരത്തെ ഇവിടെ സംസാരിച്ചു. പ്രിയപ്പെട്ട കൊടിക്കുന്നിൽ സുരേഷ് MP-യും രാജ്മോഹൻ ഉണ്ണിത്താൻ MP-യും ഉൾപ്പെടെ ആരും സംസാരിക്കുന്നില്ല. പ്രിയങ്കരനായ രാഹുൽജി നിങ്ങളോട് സംസാരിക്കും. ശേഷം രാഹുൽജി നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങൾക്ക് പറയാൻ, സങ്കടം പറയാൻ, നിങ്ങളുടെ വേദനകൾ പറയാൻ, നിങ്ങളുടെ ഏതെങ്കിലും വികാരങ്ങൾ പങ്കുവെക്കാൻ അദ്ദേഹം നിങ്ങളുടെ അടുത്തേക്ക് നേരിട്ട് വരും. അതിനു മുൻപ് നിങ്ങളോട് സംസാരിക്കാൻ പ്രിയങ്കരനായ രാഹുൽജിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. And my brothers and sisters. നമ്മുടെ വേദിയിലുള്ള ഏറ്റവും മുതിർന്ന നേതാക്കൾക്കും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എന്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഞാൻ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. Over the years, I have constantly been told how difficult it is to be a fisherman in India. വർഷങ്ങളായി ഞാൻ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഇന്ത്യയിൽ മത്സ്യബന്ധനത്തിന്റെ ഭാഗമായ ഒരാൾ എന്ന നിലയിൽ ജീവിക്കുന്നത് എത്രമാത്രം ബുദ്ധിമുട്ടാണെന്ന് വർഷങ്ങളായി ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. And I've always been interested in seeing these things with my own eyes. എന്താണ് നിങ്ങളുടെ ജീവിതം എന്ന് എനിക്ക് ഇത്രയും നാളായി ഇതൊക്കെ കേട്ടുകൊണ്ട് എന്റെ കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണണം, അതിൽ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. I wanted to get a sense of the experience that many of you go through every day. നിങ്ങൾ എല്ലാവരും നിരന്തരം അനുദിനം നിങ്ങൾ കടന്നു പോകുന്ന അനുഭവങ്ങളെ കുറിച്ച് നേരിട്ട് എനിക്കൊരു അനുഭവം ഉണ്ടാകണം, നേരിട്ട് എനിക്കത് ബോധ്യപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. And for some time I've been telling the senior leaders in the Congress that I want to go and see what it is like. കുറച്ച് നാളുകളായി കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളോട് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു, എനിക്ക് നമ്മുടെ നാട്ടിലെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം എന്താണെന്ന് കാണണം, നേരിട്ട് കാണണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കാൻ, എനിക്ക് പോയി കാണണമെന്ന് പറയുകയായിരുന്നു. But every time they would make some excuse or the other. പക്ഷെ ഓരോ പ്രാവശ്യവും ഞാനിത് പറയുമ്പോൾ അവർ ഓരോ ഒഴികഴിവ് പറഞ്ഞു മാറുകയായിരുന്നു. Maybe my security people didn't want me to go, whatever it is. പക്ഷെ എന്റെ സുരക്ഷാ കാരണങ്ങൾ കൊണ്ട്, എന്റെ സുരക്ഷയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ ഞാൻ അവിടെ പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ടായിരിക്കാം ഓരോ പ്രാവശ്യവും അവർ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞത്. So this morning I went into the sea early morning with my brothers. ഇന്ന് രാവിലെ അതിരാവിലെ ഞാൻ കടലിലേക്ക് എന്റെ സഹോദരന്മാരുടെ കൂടെ പോയി. And I want to tell you, you know this experience, but I want to tell you what I saw. നിങ്ങൾക്ക് ഈ അനുഭവം എന്താണെന്ന് അറിയാം, പക്ഷെ നിങ്ങളോട് ആ അനുഭവം എന്താണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Bhaiya,
Bhaiya, disturb mat kijiye. From the beginning, from the moment the boat left the shore to the moment the boat came back, every single force was trying to fight my brothers. എപ്പോഴാണോ കടലിൽ നിന്ന് തീരത്ത് നിന്ന് ആ ബോട്ട് എടുത്ത നിമിഷം മുതൽ തിരിച്ചു വന്ന ആ നിമിഷം വരെ അവിടെ എന്റെ സഹോദരന്മാർക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടുള്ള ശക്തികളായിരുന്നു. They take the entire risk. ഏറ്റവും വലിയ റിസ്ക് എടുത്തുകൊണ്ട് അപകട സാധ്യതകൾ നേരിട്ടുകൊണ്ടാണ് എന്റെ സഹോദരി വള്ളത്തിൽ കടലിലേക്ക് പോകുന്നത്. They put their entire labor. അവരുടെ എല്ലാ തൊഴിലും ചെയ്തുകൊണ്ടാണ്, അവരുടെ എല്ലാ പരിശ്രമത്തിന്റെയും ഭാഗമായിട്ടാണ് അവരവിടെ പോകുന്നത്. They fight the sea. അവര് കടലിനെതിരെ പോരാടുകയാണ്. They buy the net. അവരവരുടെ വല വാങ്ങുകയാണ്. അവരെന്ന് പറയുമ്പോൾ നിങ്ങള്, And somebody else gets the profit. പക്ഷേ നിങ്ങൾ ഇതെല്ലാം ചെയ്യുമ്പോ, മത്സ്യത്തൊഴിലാളികളായ എന്റെ സുഹൃത്തുക്കൾ ഇതെല്ലാം ചെയ്യുമ്പോ ഇതിന്റെ ലാഭം കിട്ടുന്നത് മറ്റാർക്കോ ആണ്. And this morning we threw the net, we pulled the net back out, and there was one squid in it. ഇന്ന് ഞങ്ങൾ രാവിലെ പോയപ്പോ വല പിരിച്ചു, വല വീശി, വല തിരിച്ചെടുത്തു. അതിനകത്ത് ഒരു മത്സ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. So the whole investment that was put into the boats, into the journey, the petrol, within 1 minute we saw that there was no return. ഇന്ന് നമ്മൾ നടത്തിയ എല്ലാ നിക്ഷേപം, പെട്രോൾ, വല വിരിച്ചു, അതുപോലെ വള്ളം, പക്ഷെ അതിനെല്ലാം ഒരു മിനിറ്റിൽ നമുക്ക് മനസ്സിലാക്കി ഇത്രയും നമ്മൾ നിക്ഷേപം നടത്തുന്നു, ഇത്രയും ശ്രമങ്ങൾ ഉണ്ടാവുന്നു, പക്ഷെ അതിനൊരു പ്രതിഫലവും കിട്ടുന്നില്ല. In my mind I was expecting the net to be full of fish. എന്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചത് വല വിരിച്ച് തിരിച്ചെടുക്കുമ്പോൾ അതിൽ മുഴുവൻ മത്സ്യങ്ങളായിരിക്കും എന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. And then the net came back empty. പക്ഷേ ആ വല ശൂന്യമായിട്ട് അതിലൊന്നും ഇല്ലാതെയാണ് തിരിച്ചു വന്നത്. So I saw with my own eyes your experience. ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും നേരിടുന്ന അനുഭവം ഞാൻ കണ്ടു. Every single day the petrol, diesel prices go up. എല്ലാ ദിവസവും പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. You cannot buy an engine beyond a certain size. നിങ്ങൾക്ക് ഒരു വലിപ്പത്തിനപ്പുറത്തുള്ള എഞ്ചിൻ യന്ത്രങ്ങൾ വാങ്ങിക്കാൻ സാധിക്കില്ല. The boat cannot be maintained over here. It has to be maintained somewhere else. നിങ്ങൾക്ക് നിങ്ങളുടെ വള്ളങ്ങൾ ഇവിടെ സൂക്ഷിക്കാനും പരിപാലിക്കാനും സാധിക്കുകയില്ല. അത് വേറെ എവിടെയെങ്കിലും നിങ്ങൾക്ക് സംരക്ഷിക്കേണ്ടതായും സൂക്ഷിക്കേണ്ടതായും വരും. And at the same time, the government is colluding to build trawlers that will destroy your lives. അതേ സമയം തന്നെ ഗവൺമെന്റ് നിങ്ങളുടെ ജീവിതത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ട്രോളേഴ്സ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. I am not saying that everything should be done for your benefit, but some sense of fairness has to be there. ഞാൻ പറയില്ല എല്ലാം നിങ്ങളുടെ മാത്രം ആനുകൂല്യങ്ങൾക്കും ക്ഷേമത്തിനും വേണ്ടിയും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്കും ആനുകൂല്യം ഉണ്ടാവണം. ചില ഒരു നീതിബോധം, അത്യാവശ്യം നീതിബോധം ഈ കാര്യങ്ങളിൽ ഗവൺമെന്റിന് ഉണ്ടാവണം. The fishermen told me if they come 1 hour late, they don't get the same price that they would get if they came 1 hour before. എന്റെ സുഹൃത്തുക്കൾ, മത്സ്യബന്ധന തൊഴിലാളികളെ എന്റെ സുഹൃത്തുക്കൾ പറയുകയുണ്ടായി, 1 മണിക്കൂർ താമസിച്ചു വന്നാൽ അവർക്ക് കിട്ടുന്ന വില, 1 മണിക്കൂറിന് മുമ്പ് കിട്ടാമായിരുന്ന വില അവർക്ക് ലഭിക്കുന്നില്ല എന്ന് പറയുകയുണ്ടായി. I asked them, do you have insurance? He says, no, people do not insure us. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടോ? അപ്പൊ അവരെന്താ മറുപടി പറയുന്നത്? ഇല്ല, ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ല, ആരും ഞങ്ങൾക്ക് ഇൻഷുറൻസ് ചെയ്യുന്നില്ല, തരുന്നില്ല. So what I wanted to tell you here in this meeting എനിക്ക് അതുകൊണ്ട് നിങ്ങളോട് യോഗത്തിൽ പറയാനുള്ളത് is that I have a sense of what you're dealing with. എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ കടന്നു പോകുന്ന അനുഭവങ്ങളെ കുറിച്ച് എനിക്കിപ്പോ ഒരു ധാരണയുണ്ട്. And now when a fisherman comes to me and says, I'm struggling, I understand little bit more about what you are going through. ഇപ്പോ മത്സ്യബന്ധന തൊഴിലാളികളായ നിങ്ങൾ ഓരോരുത്തരും എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു പരിധിവരെ നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Of course, I will never understand exactly your reality. ഒരിക്കലും നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ യാഥാർത്ഥ്യം നിങ്ങൾ അനുഭവിക്കുന്നത് പോലെ ആ അളവിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല, എനിക്കറിയാം.
I only pull the net for one day. ഞാൻ വല വിരിച്ചതും വല വീശിയതും ഒറ്റ ദിവസത്തേക്ക് മാത്രമാണ്. You do it every day. പക്ഷെ നിങ്ങൾ അത് എല്ലാ ദിവസവും ചെയ്യുന്നവരാണ്. So, I understand and I respect what you are doing. ഞാൻ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുകയും അതിന്റെ പേരിൽ നിങ്ങളെ In ബഹുമാനിക്കുകയും fact, ചെയ്യുന്നു. I would say even stronger. I admire what you are doing. ഞാൻ കുറച്ചുകൂടി ശക്തമായി പറഞ്ഞാൽ ഞാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു അതിനെ ആരാധിക്കുന്നു. Many times we will eat some fish, but we will not know the hard work behind how that fish got. പലപ്പോഴും നമ്മളൊക്കെ ഭക്ഷണം കഴിക്കും, മത്സ്യം കഴിക്കും. പക്ഷെ അത് കഴിക്കുമ്പോൾ ആ മത്സ്യം കഴിക്കാൻ അതിന്റെ പിന്നിലുള്ള കഠിനാധ്വാനത്തെ കുറിച്ച് നമുക്ക് പലപ്പോഴും അറിയാനും സാധിക്കില്ല, അതിനെപ്പറ്റി ചിന്തിക്കാറുമില്ല. So today it was very interesting. Immediately after we went fishing, they cooked some fish on the boat. ഏറ്റവും വലിയ ഇന്ന് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ, ഇന്ന് നമ്മൾ ഫിഷിങ്ങിന് വേണ്ടി മത്സ്യബന്ധനത്തിന് പോയ ശേഷം തിരിച്ചു വരുമ്പോൾ വഞ്ചിയിൽ വള്ളത്തില് അവർ കുറച്ച് മത്സ്യം പാകം ചെയ്തു. So for the first time I realized directly with my own eyes the difficulty to get the fish on the plate. ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് മനസ്സിലായി നമ്മുടെ പാത്രത്തിൽ മത്സ്യം പാകം ചെയ്ത് കിട്ടുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന്, അതിന് പിന്നിലുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് ഇന്ന് ആദ്യമായിട്ട് മനസ്സിലായി. And I also want to tell you that I want to work with you to make your life easier. നിങ്ങളോട് ഒരു കാര്യം കൂടി എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. നിങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച് നിങ്ങളുടെ ജീവിതം കൂടുതൽ എളുപ്പമുള്ളതും സുഖകരമാക്കി തീർക്കണം എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. I might not be able to resolve all your problems, but I can certainly stand with you and work with you to resolve as many of them as we can. ഒരുപക്ഷെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചെന്ന് വരില്ല. പക്ഷെ എനിക്ക് കഴിയുന്നിടത്തോളം, എനിക്ക് പറ്റുന്നിടത്തോളം നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളോടൊപ്പം ചേർന്ന് പരിഹരിക്കാൻ കഴിയും എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. അതിനെനിക്ക് ആഗ്രഹവുമുണ്ട്. Before I left the boat, I asked the fisherman, "What do your children do?" ഞാൻ ആ വള്ളത്തിൽ നിന്ന് വരുന്നതിന് മുമ്പ് അവിടെ എന്റെ കൂടെ ഉണ്ടായിരുന്ന മത്സ്യബന്ധന സുഹൃത്തുക്കളോട് ചോദിച്ചു, നിങ്ങളുടെ കുട്ടികൾ എന്താണ് ചെയ്യുന്നത്? And he said, "My children don't want to be fishermen." അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അറിയോ? എന്റെ കുട്ടികൾക്ക് മത്സ്യബന്ധനത്തിന് പോവാൻ താല്പര്യമില്ല എന്ന്. Because it's too hard, too difficult, too risky. എന്തുകൊണ്ടാണ്? അതിന്റെ കാരണം എന്താണെന്ന് അറിയോ? അത് വലിയ ബുദ്ധിമുട്ടുള്ളതാണ്, ഭയങ്കര അപകട സാധ്യതകൾ ഉള്ളതാണ്. അതുകൊണ്ട് എന്റെ കുട്ടികൾക്ക് മത്സ്യബന്ധനത്തിന് താല്പര്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. Anyway, I've come here more to listen to you than to tell you what I think. So whoever would like to now speak, please feel free to do so. ഞാൻ ഇവിടെ വന്നത് നിങ്ങളോട് പറയുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ എന്തു പറയുന്നു എന്നത് കേൾക്കാനാണ്. അതുകൊണ്ട് ഇവിടെ ആർക്ക് എന്നോട് സംസാരിക്കണമോ അവർക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് സംസാരിക്കാം. അതിനെ നിങ്ങൾ സ്വതന്ത്രരായിട്ട് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കാം. ഫിഷർമാൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് സാറിന്റെ ആഗ്രഹം? Rahulji, he is asking, what do you want to do for the fisher community? I think, should we go because people cannot see us? Let's go up. Yes. They can't see over there. वहाँ दिखता नहीं. So, I think the question is, what would we like to do for the fishermen community? അവിടുത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ മത്സ്യബന്ധന സമൂഹത്തിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നാണ്. I work quite a lot with farmers' issues. ഞാൻ കർഷകരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രവർത്തിക്കുന്നുണ്ട്. And now they've got these 3 new farm bills. ഇപ്പോ ഇവിടെ 3 കർഷക നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് നടപ്പിൽ വന്നിട്ടുണ്ട്. And the idea is to destroy the agricultural system of India. അതിന്റെ പിന്നിലുള്ള ആശയം എന്ന് പറയുന്നത് ഭാരതത്തിലെ കാർഷിക വ്യവസ്ഥയെ ഇല്ലാതാക്കുക എന്നതാണ്. Just like
our farmers farm the land, you farm the sea. എങ്ങനെയാണോ നമ്മുടെ കർഷകർ ഭൂമിയിൽ കൃഷി ചെയ്യുന്നത്, അതുപോലെ കടലിൽ കൃഷി ചെയ്യുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. The farmers have their ministry in Delhi. You don't have a ministry in Delhi. കർഷകർക്ക് അവരുടേതായ ഒരു മന്ത്രാലയം ഡൽഹിയിലുണ്ട്, പക്ഷേ നിങ്ങൾക്കൊരു മന്ത്രാലയം ഡൽഹിയിലില്ല. No one speaks for you in Delhi. നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യക്ഷമമായ മന്ത്രാലയം ഡൽഹിയിലില്ല. So the first thing I would like to do is have a ministry dedicated to the fishermen of our country. നമ്മുടെ നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി, മത്സ്യബന്ധന സമൂഹത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു മന്ത്രാലയം ഉറപ്പാക്കുക എന്നതാണ് എനിക്ക് ആദ്യമായി ചെയ്യാൻ കഴിയുന്നത്, ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. So that your issues can be defended and protected across the country. എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും അത് പരിഹരിക്കാനും രാജ്യമെമ്പാടും ഒരു സംവിധാനം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് അങ്ങനെ കാര്യക്ഷമമായ ഒരു മന്ത്രാലയം വേണം എന്ന് ഞാൻ ആദ്യമായി ആഗ്രഹിക്കുന്നത്. Of course, there are many details. I would like to try and understand how we could make it easier for you, simpler for you. അവിടെ ധാരാളം വിശദാംശങ്ങളുണ്ട്. ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എളുപ്പമുള്ളതും ലളിതമാക്കി എങ്ങനെ ആക്കി തീർക്കാം എന്നതിനെ പറ്റി ധാരാളം വിശദാംശങ്ങളെ പറ്റി ചർച്ച ചെയ്യേണ്ടതുണ്ട്. Today, the petrol price internationally is dropping. ഇന്ന് അന്തർദേശീയ തലത്തിൽ പെട്രോളിന്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. But in India, the petrol and diesel price is rising. പക്ഷേ ഇന്ത്യയിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. This money is being taken out of your pockets and given to 2 or 3 businessmen in India. ഈ പൈസ എന്ന് പറയുന്നത് നിങ്ങളുടെ പോക്കറ്റുകളിൽ നിന്നെടുത്ത് ഇന്ത്യയിലെ 2 or 3 വ്യവസായികൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. I would like to make sure that more of this money comes into your pocket. എനിക്ക് ഈ പൈസ നിങ്ങളുടെ പോക്കറ്റിലേക്ക് തിരിച്ചു വരും, ഇതിൽ കൂടുതൽ പൈസ നിങ്ങളുടെ പോക്കറ്റിലേക്ക് തിരിച്ചു വരും എന്ന് ഉറപ്പാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And I would certainly look into what the Kerala government is doing with regards to these trawlers that they're building. നമ്മുടെ ഇവിടുത്തെ കേരള ഗവൺമെന്റ് ട്രോളിങ്ങിനെ പറ്റി, ട്രോളേഴ്സിനെ പറ്റി, അതിനെപ്പറ്റി എന്താണ് ചെയ്യുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ വിശദമായി പരിശോധിക്കാനും ആഗ്രഹിക്കുന്നു. I don't like an unfair situation. നീതിയില്ലാത്ത, നീതികേടിൻ്റെതായിട്ടുള്ള ഒരു സാഹചര്യം, നിങ്ങൾക്ക് നീതി ലഭിക്കാത്ത ഒരു സാഹചര്യം എനിക്കൊരിക്കലും ഇഷ്ടപ്പെടാനാവില്ല. I am for competition, but not unfair competition. ഞാൻ മത്സരത്തിന് വേണ്ടിയാണ്, മത്സരാത്മകതയ്ക്ക് വേണ്ടിയാണ്, പക്ഷേ നീതിയില്ലാത്ത ഒരു മത്സരത്തിന് വേണ്ടിയല്ല. So there should be a level playing field for everybody. എല്ലാവർക്കും തുല്യമായി പ്രവർത്തിക്കാൻ ആവശ്യമായ ഒരു സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഉണ്ടാവണം. Yes. No, because there they can't see. Okay. ഞങ്ങള് രാത്രി നൈറ്റ് നോട് ചെയ്യുന്നതുകൊണ്ട് ഒരു തൊഴിലും ഞങ്ങൾക്ക് ചോദ്യം പറഞ്ഞാട്ടെ. ഒരു പണിയും ഇല്ല. 3-3.5 മാസം കൊണ്ട് പട്ടിണി കിടന്ന് വയ്യ. 3-3.5 മാസമായി ഞങ്ങള് പണിക്ക് പോയിട്ട് കടലിൽ നിന്ന് 1 രൂപയും കിട്ടാൻ സാധ്യതയില്ല. അങ്ങനെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. What he is saying is for 3.5 months. കേരള ഗവൺമെന്റ് മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യം ലേലം ചെയ്ത് അതും കമ്മീഷൻ പറ്റുകയാണ്. അത് ഒഴിവാക്കി അവർക്ക് ആ ഗവൺമെന്റിന്റെ ലേലം ഒഴിവാക്കണം. They want auction to be done here. They want auction. Excuse me. We are talking about if you want to if you want to auction the fish in the harbour, 5% commission has to be given to the government. The government of Kerala has issued a ordinance by which a new condition has been stipulated by which 5% commission is required. They want to abolish that commission because it is the right of the fishermen, say their freedom. We are currently in the process of making the manifesto of the UDF. ഇപ്പോ ഞങ്ങൾ ഈ സമയത്തെ UDFന്റെ പ്രകടന പത്രിക നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പ്രക്രിയയുടെ ഭാഗമാണ്. We are having consultations with different groups, different communities about what they want in the manifesto. ഞങ്ങൾ ഇന്ന് UDFന്റെ പ്രകടന പത്രികയിൽ കേരളത്തിലെ വിവിധ ജനവിഭാഗങ്ങൾക്ക്, സമുദായങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നതിനെ പറ്റി അവരോട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. Yesterday,
in the UDF meeting and in the meeting afterwards of the Congress party, I said that we need to have a dedicated fisherman's manifesto. ഇന്നലെ UDF മീറ്റിംഗിന് ശേഷവും അതിനുശേഷം കോൺഗ്രസ് പാർട്ടിയുടെ യോഗത്തിലും ഞാൻ പറഞ്ഞു, നമ്മൾക്ക് മത്സ്യബന്ധന സമൂഹത്തിൽപ്പെട്ട നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഒരു പ്രത്യേക പ്രകടന പത്രിക വേണം എന്ന് ഞാൻ ഇന്നലത്തെ UDF കോൺഗ്രസ് യോഗങ്ങൾ പറയുകയുണ്ടായി. So I would like the fishermen of Kerala and the Congress party and the UDF to have a conversation over the next 2-3 weeks and decide exactly what the fishermen want in the UDF manifesto. അതുകൊണ്ട് ഞാൻ കേരളത്തിലെ UDF-ഉം കോൺഗ്രസും അടുത്ത 2-3 ആഴ്ചകളിൽ കേരളത്തിലെ UDF-ഉം കോൺഗ്രസും കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളും തമ്മിൽ നിരന്തരമായ ഒരു സംഭാഷണം നടത്തി കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് UDF-ന്റെ പ്രകടന പത്രികയിൽ എന്താണ് ആവശ്യമുണ്ട് എന്ന കാര്യം ഉറപ്പാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. In the manifesto, and my guarantee is if there is a line in the manifesto, we will deliver that line to you. നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ ഈ പറഞ്ഞതുപോലെയുള്ള ആവശ്യങ്ങൾ നിങ്ങൾ ദയവായി ഞങ്ങളുടെ പ്രകടന പത്രികയിൽ എഴുതി ചേർക്കുക. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, ഈ പ്രകടന പത്രികയിൽ ഈ കാര്യത്തെ പറ്റി ഒരു വരി ഞങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ നടപ്പിലാക്കിയിരിക്കും. Rahulji, very good morning. CV, I have 2 questions to you. That you said you have not seen a single fish when you have done the fishing. The reason behind that, it was Mr. Narasimha Rao's foreign policy. Due to globalization, he has made a policy for the foreign trawlers. Now the Kerala government also doing in line with the same policy. So what is your action plan to remove this policy and support the fishermen? Second thing, now majorly in this place, 3 places like Koviltottam, Portugallam and Iravipuram, the fishermen are asked to move out from their own place. They have not been given any seawall, they are not protected. The government is asking them to go out of that area. Do you think that will they able to live if they move out from the coastal area? See, some of these issues are complicated issues, and they are issues that the state leaders of Kerala will have to assess and look into. താങ്കൾ പറഞ്ഞതുപോലെയുള്ള ചില പ്രശ്നങ്ങൾ വളരെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങളാണ്. ഇത് കേരളത്തിലെ സംസ്ഥാന തലത്തിലുള്ള നേതാക്കൾ അതിനെപ്പറ്റി പഠിക്കേണ്ടതും വിലയിരുത്തേണ്ടതുമായിട്ടുണ്ട്. My role is to make sure that you get a fair playing field. എന്റെ പങ്കെന്ന് പറയുന്നത്, എന്റെ ചുമതല എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ നീതിയുക്തമായിട്ടുള്ള ഒരു സാഹചര്യം ലഭ്യമാക്കുക എന്നതാണ് ഇവിടെ എന്റെ ചുമതല. My role is to ensure that you are not being treated unfairly. നിങ്ങളെ നീതിയില്ലാതെ നിങ്ങളോട് പെരുമാറുന്നില്ല എന്ന് ഉറപ്പാക്കുകയാണ് ഇവിടെ എന്റെ ചുമതല എന്ന് പറയുന്നത്. And in general, I think that you should be protected and your risk should be reduced. ഞാൻ പൊതുവായി പറയുകയാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു മത്സ്യബന്ധനത്തിന്റെ ഭാഗമായ എന്റെ സുഹൃത്തുക്കൾ, നിങ്ങൾ സംരക്ഷിക്കപ്പെടണം. നിങ്ങളുടെ അപകട സാധ്യതകൾ ലഘൂകരിക്കപ്പെടണം, സംരക്ഷിക്കപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. On the issue of globalization, Corona has changed the entire world. ആഗോളവൽക്കരണത്തെ പറ്റി താങ്കൾ പറഞ്ഞു. നമുക്കറിയാം, കൊറോണ എന്നത് ഈ ലോകത്തെ മുഴുവൻ മാറ്റിയിരിക്കുന്നു. And we are going into a new paradigm. പുതിയ തരത്തിലുള്ള ഒരു പരിപ്രേക്ഷ്യത്തിലേക്ക്, പുതിയ രീതിയിലുള്ള ഒരു ചിന്താഗതിയിലേക്ക് നമ്മൾ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. And we have to prepare ourselves for a new paradigm. ഒരു പുതിയ ലോക വീക്ഷണത്തിന് വേണ്ടി നമുക്ക് സ്വയം തയ്യാറാകേണ്ടതുണ്ട്. I think the income disparity, the difference between rich and poor in India has become too big. ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ നാട്ടിൽ വരുമാനത്തിന്റെ പേരിലുള്ള അസമത്വം, സമ്പന്നരും ദരിദ്രരായവരും തമ്മിലുള്ള വിടവ് വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Some of this is a direct consequence of globalization. ഈ പല കാര്യങ്ങളും ഗ്ലോബലൈസേഷന്റെ, ആഗോളവൽക്കരണത്തിന്റെ നേരിട്ടുള്ള പ്രത്യാഘാതമാണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും. But there are also advantages to globalization. പക്ഷേ അതുപോലെ തന്നെ ആഗോളവൽക്കരണത്തിന് വളരെയധികം ഗുണങ്ങളുമുണ്ട്. Today I asked the fishermen, how did they work before they had a sonar? How did they work before they had a sonar? എങ്ങനെയാണ് അവർക്കൊരു സോണ ഉണ്ടായിരുന്നതിന് മുമ്പ് ജോലി ചെയ്തിരുന്നത് എന്ന് ഞാൻ അവരോട് ചോദിച്ചു. They know what sonar is.
I don't know what is sonar. Sorry. Sonar is the machine with which they can see the fish. ഓക്കെ. നിങ്ങൾക്ക് ഈ കയ്യിൽ ഉണ്ടായിരുന്ന സോണാർ എന്ന് പറയുന്ന ഉപകരണം ഉണ്ടായിരുന്നതിന് മുമ്പ് നിങ്ങൾ എങ്ങനെയായിരുന്നു ജോലി ചെയ്തിരുന്നത് ഞാൻ മത്സ്യത്തൊഴിലാളികളോട് ചോദിച്ചു. And they said it was very difficult. അവർ പറഞ്ഞു അത് വളരെയധികം ബുദ്ധിമുട്ടുള്ളതായിരുന്നു എന്ന്. They had a GPS to tell them exactly where they are. അവര് എവിടെയാണ് എന്ന് പറയാൻ കൃത്യമായിട്ട് പറയാൻ അവരുടെ കയ്യിൽ ഒരു GPS ഉണ്ട്. These are all outcomes of globalization. ഇതെല്ലാം ആഗോളവൽക്കരണത്തിന്റെ ഫലങ്ങളാണ്. ആഗോളവൽക്കരണത്തിന്റെ ഫലമായിട്ടാണ് ഈ സാങ്കേതിക മികവുകൾ ഉണ്ടായത്. So we have to be clever with globalization. അതുകൊണ്ട് നമ്മൾ ഗ്ലോബലൈസേഷൻ ആഗോളവൽക്കരണത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ ബുദ്ധിപരമായി ചിന്തിക്കണം. We have to take advantage of it where it helps us. എവിടെയൊക്കെ നമ്മൾക്ക് ഗുണമുണ്ടാകുന്നു അവിടെയൊക്കെ അതിന്റെ ഗുണം നമ്മളെ സഹായിക്കുന്ന അവസരങ്ങളിൽ അതിന്റെ ഗുണമുണ്ടാവണം. And minimize the disadvantages of it. അതുകൊണ്ട് നമുക്കുണ്ടാവുന്ന ദോഷങ്ങളെ എത്രമാത്രം കുറയ്ക്കാൻ സാധിക്കുന്നു അത്ര കുറയ്ക്കുകയും ചെയ്യണം. Yes. Dear Rahul ji, we have identified 11. കൊല്ലം തങ്കശ്ശേരിയിൽ മത്സ്യത്തൊഴിലാളികളുമായി രാഹുൽ ഗാന്ധിയുടെ സംവാദ പരിപാടി ആരംഭിച്ചിരിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം അവഗണന നേരിടുന്നതാണ്, വളരെയധികം ബുദ്ധിമുട്ട് അവർ ഈ കാലഘട്ടത്തിൽ നേരിടുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. കേന്ദ്രത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കായി മന്ത്രാലയം ആരംഭിക്കാൻ വേണ്ടി താൻ പ്രയത്നിക്കുമെന്നും അദ്ദേഹം മത്സ്യത്തൊഴിലാളികൾക്ക് വാക്കുകൊടുക്കുന്ന സാഹചര്യം. എന്തായാലും പരിപാടി ഇപ്പോൾ കൊല്ലം തങ്കശ്ശേരിയിൽ പുരോഗമിക്കുകയാണ്. തത്സമയ സംപ്രേഷണമാണ് കണ്ടത്. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.